മഹാരാഷ്ട്രയിൽ ബി.ജെ.പി തോൽവി മുൻകൂട്ടി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ രംഗത്തിറക്കുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത് ഷാ മഹാരാഷ്ട്രയിലെത്തുന്നത്. സീറ്റ് വിഭജന ഫോർമുലയ്ക്ക് അന്തിമ രൂപം നൽകാനും മഹായുതി സഖ്യകക്ഷികളായ ബി.ജെ.പി, ശിവസേന, എൻ.സി.പി പാർട്ടികൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും അമിത് ഷാ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, മറാത്ത്വാഡ, വിദർഭ എന്നിവിടങ്ങളിലും അമിത് ഷാ പര്യടനം നടത്തും. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ വിശിഷ്യ കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളാണ് ഇവിടം എന്നതാണ് അമിത് ഷായെ പേടിപ്പിക്കുന്നത്. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അവരുടെ തട്ടകമായ വിദർഭയിൽ കോൺഗ്രസിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. വിദർഭ മേഖലയിലെ 15 ലോക്സഭാ മണ്ഡലങ്ങളിൽ 13ലും കോൺഗ്രസ് ആണ് വിജയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, മുതിർന്ന ബി.ജെ.പി നേതാവ് സുധീർ മുൻഗന്തിവാർ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ ഇവിടെ നിന്നുള്ളവരാണ്. RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും ഇതിനോട് ചേർന്നാണ്. അതിനാൽ തന്നെ വിദർഭ മേഖലയിൽ ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കേണ്ടത് നിർണായകമാണ്. MVAയുടെ ശക്തി കേന്ദ്രങ്ങളായ നാസിക്, പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ കോലാപൂർ, മറാത്ത്വാഡയിലെ ഛത്രപതി സംഭാജിനഗർ എന്നിവിടങ്ങളിലും ബി.ജെ.പി പ്രവർത്തകരുമായി അമിത് ഷാ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം ഇത് 2ാം തവണയാണ് അമിത് ഷാ സംസ്ഥാനത്തെത്തുന്നത്. ഗണപതി ഉത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹം മുംബൈ സന്ദർശിച്ചിരുന്നു. മഹായുതിയിലെ ആഭ്യന്തര വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശിവസേന, എൻ.സി.പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോസ്റ്റൽ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അജിത് പവാറിനെ ഒഴിവാക്കിയതോടെയാണ് മഹായുതിയിലെ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. അതിനിടെ അമിത് ഷായുടെ സന്ദർശനത്തിന് മുന്നോടിയായി കോൺഗ്രസും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയാണ്. നാഗ്പൂർ സ്വദേശിയായ മഹാരാഷ്ട്ര സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലയെ MVAയുടെ മുഖ്യമന്ത്രി മുഖമാക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യമുയരുന്നുണ്ട്. നിലവിൽ MVAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച കക്ഷികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാമെന്നാണ് കോൺഗ്രസിന്റെയും എൻ.സി.പി ശരത് പവാർ പക്ഷത്തിന്റെയും നിലപാട്. 288 അംഗ നിയമസഭയാണ് മഹാരാഷ്ട്രയിലേത്. 200 സീറ്റുകളിൽ MVAയ്ക്കുള്ളിൽ ധാരണയായി എന്നാണ് വിവരം. ബി.ജെ.പി, ശിവസേന, എൻ.സി.പി കക്ഷികൾ ഉൾക്കൊള്ളുന്ന ഭരണമുന്നണിയായ മഹായുതി സഖ്യമായാണ് മഹാവികാസ് അഘാഡിയുടെ പോരാട്ടം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയാണ് സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയത് എന്നതുമാണ് അമിത് ഷാ അടക്കമുള്ള നേതാക്കളെ ഏറ്റവും പേടിപ്പിക്കുന്നത് എന്ന് പറയാതെ വയ്യ.